അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായപ്പോൾ ഈ നാട് മുഴുവൻ വറങ്ങലിച്ചു നിന്നപ്പോൾ ആരോ ചെയ്തതാകാം, വല്ല വർഗീയവാദിയാകാം, സാമൂഹിക വിരുദ്ധനാകാം, മാനസിക രോഗിയാകാം. ആര് ചെയ്താൽ എന്ത്? ഒരു തീക്കൊള്ളി മതി, ഒരു തീക്കൊള്ളി മതി. ഒരു ബഹുസ്വര സമൂഹത്തിൽ, പ്രത്യേകിച്ചും വൈകാരികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംവിധാനത്തിൽ എല്ലാം തകർക്കാൻ ഒരു തീപ്പൊരി മതി. അങ്ങനെ നാടിനെ സ്നേഹിക്കുന്നവർ, സമാധാനകാംക്ഷികൾ നെഞ്ച് കൈ പിടിച്ച് ഹൃദയം താങ്ങി പിടിച്ചു നിന്നപ്പോഴാണ് രാവിലെ ടെലിവിഷനിൽ അവർ കാണുന്നത് അങ്ങാടിപ്പുറം അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വെളുത്ത രൂപം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ അമ്പലത്തിന്റെ മുറ്റത്തെത്തി പൂജാരി സ്വീകരിക്കുന്ന രംഗം ഈ നാട് കണ്ട ദിനം നാട് മറക്കില്ല. ഞങ്ങളുടെ പണി അതാണ്. ഞങ്ങൾക്ക് ഭിന്നിപ്പിച്ച ചരിത്രമില്ല, അകൽച്ചയുണ്ടാക്കിയ ചരിത്രമില്ല, വാക്കുകൊണ്ട് ബോംബിട്ട ചരിത്രമില്ല. മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റാത്ത നാടാണോ ഇത്? നിങ്ങൾ എന്താ ചോദിക്കുന്നത്, ആരോടാണ് ചോദിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നത്. ആരോടാണ് ചോദിക്കുന്നത്, എന്താണ് ചോദിക്കുന്നത്? ആരോടാണ് ചോദിക്കുന്നത്? തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോടാണ് ചോദിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ചോദ്യം കേൾക്കേണ്ടവരും ഉത്തരം നൽകേണ്ടവരുമാണ്. അതാണ് ഡെമോക്രസി. ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങളും ആദ്യപാഠങ്ങളും പഠിക്കണം. ഒരിക്കൽ ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗ ആരോ കയ്യേറി എന്നറിഞ്ഞു പട്ടേൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത്. ഉടൻ തന്നെ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ വിദ്യാശങ്കറിനെ വിളിച്ചുകൊണ്ട്, തന്റെ PS ആയ വിദ്യാശങ്കറിനെ വിളിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു. പട്ടേൽ ഇതേ പറഞ്ഞു, വേഗം വണ്ടി വിട് നിസാമുദ്ദീൻ ഔലിയയുടെ ഖബറിടത്തിലേക്ക്, മക്ബറയിലേക്ക്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ വലിയുള്ള കോപിഷ്ഠനാകുന്നതിന് മുമ്പ് എന്നെ സന്നിധിയിൽ എത്തിക്കൂ. ആ വലിയുള്ള, ഇതെന്റെ വാക്കുകളല്ല, പട്ടേലിന്റെ വാക്കുകളാണ്. അള്ളാഹുവിന്റെ വലിയ, അള്ളാഹുവിന്റെ അവിടെ കിടക്കുന്ന വലിയ, അദ്ദേഹം കോപിക്കുന്നതിന് മുമ്പ് എന്നെ സന്നിധിയിൽ എത്തിക്കൂ എന്ന് വിദ്യാശങ്കറിനോട് സർദാർ പട്ടേൽ പറഞ്ഞ വാക്കുകൾ. ഇത് പട്ടേലാണ് പറയും. ഇതൊക്കെ വഖഫാണ്. നിസാമുദ്ദീൻ ഔലിയ കിടക്കുന്നതും ജാമാംശം ഒക്കെ വഖഫ് ഭൂമിയാണ്. ഇന്ത്യയിൽ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന ന്യൂനപക്ഷങ്ങളെ അടിച്ചൊതുക്കാമെന്ന് ശ്രമിക്കുന്നവരോടും ഞാൻ പറയുന്നു, ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത്, നാടിനെ ഓർത്ത്, നാടിന്റെ ചരിത്രത്തെ ഓർത്ത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനില്ലേ കേന്ദ്ര ഗവൺമെന്റ്? എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്? ഇവിടെ കുട്ടികൾക്ക് തൊഴിലില്ല. അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. ഇവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുതിച്ചു കയറുകയാണ്. കർഷകർ ഇപ്പോഴും സമരത്തിലാണ്. ഈ ഭേദഗതി ബില്ലിന് അനുകൂലമായി കിട്ടിയ വോട്ട് 200ന്റെ മീതെ, എതിരായി കിട്ടിയ വോട്ടും 200ന്റെ മീതെ. ചില്ലറ വോട്ടിന്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് കയറി മേയാമെന്ന് വിചാരിക്കാവുന്ന ഭൂരിപക്ഷം ഈ രാജ്യം ആർക്കും വകവെച്ചു കൊടുത്തിട്ടില്ല. ഇവർ ഏറ്റവും അധികം വെറുപ്പ് പറയുന്ന ഔറംഗസീബ് ചക്രവർത്തി അധികാരമേൽക്കുന്നത് ഹിന്ദു ജ്യോത്സ്യന്മാരോട് കൺസൾട്ട് ചെയ്തിട്ട് അവര് കൽപ്പിച്ചരുളുന്ന ദിവസമാണ്. ചരിത്രത്തിൽ ഏറ്റവും വെറുപ്പുള്ളപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ വല്ല റോഡ് ഉണ്ടെങ്കിൽ അതുവരെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം അധികാരമേൽക്കുന്നത് ഹിന്ദു ജ്യോത്സ്യന്മാരോട് കൂടിയാലോചന അവർ നിശ്ചയിച്ചു കൊടുക്കുന്ന ദിവസമാണ് അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ടിപ്പു സുൽത്താനാകട്ടെ ജ്യോത്സ്യന്മാരില്ലാത്ത ഒരു നടപടി ഉണ്ടായിരുന്നില്ല. ടിപ്പുവിനോടും വലിയ വിരോധമാണ്. ടിപ്പു ജ്യോത്സ്യന്മാരെ പാർപ്പിച്ചിരുന്നു തന്റെ കൊട്ടാരത്തിൽ. ടിപ്പു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് ജ്യോത്സ്യത്തെ കുറിച്ചാണ്. ജബർദാർ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അങ്ങനെ നോക്കുമ്പോ ഇതിലൊന്നും ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് രാജാക്കന്മാരെ പേരിൽ ആരെങ്കിലും ന്യായീകരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അന്ന് നടന്ന രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടത് ശക്തമായ ഇന്ത്യയാണ്, സുന്ദരമായ ഇന്ത്യയാണ്. ആ ഇന്ത്യക്ക് വേണ്ടി ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. കേരളത്തിൽ ചിലർ വൈകുന്നേരമാകുമ്പോഴേക്ക് ഛർദിക്കുന്ന വാക്ക് ബോംബുകൾ, അത് 1 മാസവും 2 മാസവും മാത്രമല്ല, എത്രയോ ദിക്കുകളിൽ അത് അകൽച്ചയുണ്ടാക്കുന്നു. പ്രിയമപരന്റെ യതൻ പ്രിയം, സ്വകീയ പ്രിയമപരപ്രിയം ഇപ്രകാരമാകും. നയമതിനാലേ നരന് നന്മ നൽകും ക്രിയയപരപ്രിയ ഹേതുവായി വരേണം.
അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനധോമുഖനായി കിടന്ന് ചെയ്യുന്ന അപജയകർമ്മം അവന് വേണ്ടി മാത്രം. ഇനി പറയുന്ന 4 വരി കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും. നാരായണ ഗുരുവിന്റെ മരിക്കാത്ത വാക്കുകളാണ്. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയപരന് സുഖത്തിനായി വരേണം. സ്വന്തം സുഖത്തിന് ചെയ്യുന്ന കാര്യം പോലും മറ്റുള്ളവന്റെ സുഖത്തിനായി വരണമെന്ന് പഠിപ്പിച്ച നാരായണ ഗുരുവിന്റെ നാടാണ് ഇന്ത്യ. അതാണ് ഈ കേരളം. ആ പാരമ്പര്യമാണ് ഇവിടെ നിലനിർത്തേണ്ട പാരമ്പര്യം. നിയമങ്ങളും ഭേദഗതികളും കൊണ്ടുവന്ന് അനീതി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് പറയുന്നു, കാലത്തിന്റെ ചംക്രമണത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ട പല സംഗതികളും ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിന്റെ ഗതിവിഗതികൾക്കിടയിൽ. ആ പാഠം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ജമാനാ കി ഗർദിഷ് സേ ചാരാ നഹീ ഹൈ. കാലത്തിന്റെ ചംക്രമണത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ ഒരാൾക്കും കഴിയില്ല. കാലം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. അതിനിടയിൽ സംഭവിക്കുന്നതൊക്കെ സംഭവിക്കും. വലിയ പലതും കണ്ടതാണ് ഈ നാട്. പല ഭരണാധികാരികളെയും കണ്ടതാണ് ഈ ലോകം. അവരൊക്കെ ഇന്നെവിടെ പോയിരിക്കുന്നു? ഹിറ്റ്ലർ, മുസോളിനി, അവരൊക്കെ എവിടെ പോയിരിക്കുന്നു? കാലത്തിന്റെ സംക്രമണത്തിൽ മാറി നിൽക്കാൻ ആർക്കും കഴിയില്ല. സമാനാക്കി ഗർദിഷ് സേ ചാരാ നഹീ ഹൈ. ഒരിക്കലും കാലത്തിന്റെ സംക്രമണത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരാൾക്കും സാധിക്കില്ല. സമാന ഹമാരാ തുമ്ഹാരാ നഹീ ഹൈ. കാലം നിങ്ങളുടേതുമല്ല, നമ്മുടേതുമല്ല. കാലം ദൈവത്തിൻ്റെതാണ്. ദൈവമാണ് കാലത്തിന്റെ നായകൻ. കാലം ആരുടെയും അടിമപ്പണി എടുക്കുന്നവരല്ല. കാലം മാറി വന്നുകൊണ്ടേയിരിക്കും. ഇന്ത്യയിലും കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ പലതും ഉണ്ടായിരിക്കുന്നു, പല മാറ്റങ്ങളും ഉണ്ടായിരിക്കുന്നു. പക്ഷേ അതിനിടയിൽ വേണ്ടപ്പെട്ടവർ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയട്ടെ, മാറാതെ മറയാതെ ഒന്നുണ്ട്. അതാ ആ കാണുന്ന പച്ചക്കൊടിയാണ്. പടിഞ്ഞാറൻ കാറ്റിൽ, അറബിക്കടലിൽ നിന്ന് വരുന്ന കാറ്റിൽ അതാ കിഴക്കോട്ട് അടിച്ചു വീശുന്ന 10 മാറ്റിന്റെ പവൻ കണക്കെ തിളക്കത്തോടെ ജ്വലിച്ചു നിൽക്കുന്ന ആ പച്ചക്കൊടി, അത് ഈ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളുടെ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ഐക്യത്തിന് വേണ്ടി, സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള മതേതരത്വത്തിന്റെ കൊടിയാണ് ആ പറക്കുന്നത്. മതേതരത്വത്തിന്റെ കൊടിയാണ് ആ പറക്കുന്നത്. മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മതേതരവാദിയാവുക. ടു ബി റിലീജിയസ് ആൻഡ് ടു ബി സെക്യുലർ. അത് ഒരേ നാണയത്തിന്റെ 2 വശമാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ നേതാക്കളാണ്. ഗാന്ധി മഹാനുഭാവനാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത്. നീ മതവിശ്വാസിയാവുക, മതേതരവാദിയാവുക. ഗാന്ധിയാണ് ഞങ്ങളെ അത് പഠിപ്പിച്ചത്. പിന്നെ അത് പഠിപ്പിച്ചത് ഖായിദെ മില്ലത്താണ്. അത് പഠിപ്പിച്ചത് മൗലാന അബുൽ കലാം ആസാദാണ്. അത് ഞങ്ങളുടെ കണ്ണിൽ കണ്ട അതിന്റെ ഏറ്റവും വലിയ തേജസ്സാർന്ന രൂപമായിരുന്നു പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. മതമാണ്, മതേതരത്വമാണ്. ആ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിൽ അഗ്നിബാധയുണ്ടായപ്പോൾ, ഈ നാട് മുഴുവൻ വറങ്ങലിച്ചു നിന്നപ്പോൾ, ആരോ ചെയ്തതാകാം, വല്ല വർഗീയവാദിയാകാം, സാമൂഹിക വിരുദ്ധനാകാം, മാനസിക രോഗിയാകാം. ആര് ചെയ്താൽ എന്ത്? ഒരു തീക്കൊള്ളി മതി. ഒരു ബഹുസ്വര സമൂഹത്തിൽ, പ്രത്യേകിച്ചും വൈകാരികമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാമൂഹിക സംവിധാനത്തിൽ എല്ലാം തകർക്കാൻ ഒരു തീപ്പൊരി മതി. അങ്ങനെ നാടിനെ സ്നേഹിക്കുന്നവർ, സമാധാനകാംക്ഷികൾ നെഞ്ച് കൈ പിടിച്ച്, ഹൃദയം താങ്ങി പിടിച്ചു നിന്നപ്പോഴാണ് രാവിലെ ടെലിവിഷനിൽ അവർ കാണുന്നത് അങ്ങാടിപ്പുറം അമ്പലത്തിന്റെ മുമ്പിൽ ഒരു വെളുത്ത രൂപം സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ കൂടെ അമ്പലത്തിന്റെ മുറ്റത്തെത്തി പൂജാരി സ്വീകരിക്കുന്ന രംഗം ഈ നാട് കണ്ട ദിനം നാട് മറക്കില്ല. ഞങ്ങളുടെ പണി അതാണ്. ഞങ്ങൾക്ക് ഭിന്നിപ്പിച്ച ചരിത്രമില്ല, അകൽച്ചയുണ്ടാക്കിയ ചരിത്രമില്ല, വാക്കുകൊണ്ട് ബോംബിട്ട ചരിത്രമില്ല. എവിടെയെങ്കിലും കൊണ്ടുപോയി ആരെങ്കിലും ഒരു ബോംബിട്ടാൽ ബോംബിന്റെ പ്രത്യാഘാതം ഇത്ര കിലോമീറ്റർ കണക്കുണ്ട്. കേരളത്തിൽ ചിലർ വൈകുന്നേരമാകുമ്പോഴേക്ക് ഛർദിക്കുന്ന വാക്ക് ബോംബുകൾ, അത് 1 മാസവും 2 മാസവും മാത്രമല്ല, എത്രയോ ദിക്കുകളിൽ അത് അകൽച്ചയുണ്ടാക്കുന്നു. പ്രിയമപരന്റെ യതൻ പ്രിയം, സ്വകീയ പ്രിയമപരപ്രിയം ഇപ്രകാരമാകും. നയമതിനാലേ നരന് നന്മ നൽകും ക്രിയയപരപ്രിയ ഹേതുവായി വരേണം.
അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടുന്നു. കൃപണനധോമുഖനായി കിടന്ന് ചെയ്യുന്ന ഭജയകർമ്മം അവന് വേണ്ടി മാത്രം. ഇനി പറയുന്ന 4 വരി കേൾക്കാത്ത മലയാളികൾ കുറവായിരിക്കും. നാരായണ ഗുരുവിന്റെ മരിക്കാത്ത വാക്കുകളാണ്. അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയപരന് സുഖത്തിനായി വരേണം. സ്വന്തം സുഖത്തിന് ചെയ്യുന്ന കാര്യം പോലും മറ്റുള്ളവന്റെ സുഖത്തിനായി വരണമെന്ന് പഠിപ്പിച്ച നാരായണ ഗുരുവിന്റെ നാടാണ് ഇന്ത്യ. അതാണ് ഈ കേരളം. ആ പാരമ്പര്യമാണ് ഇവിടെ നിലനിർത്തേണ്ട പാരമ്പര്യം. ആ മതേതരത്വ പാരമ്പര്യമാണ്. അതുകൊണ്ട് അന്ന് അങ്ങനെ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ മുമ്പിൽ നന്മയുടെ മൈത്രിയുടെ മഹാസംരംഭം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞില്ലേ, പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഞാനും പോയി എന്ന് പറഞ്ഞില്ലേ. അങ്ങനെ മൊനമ്പത്തിലും പുതിയ സൗഹൃദത്തിന്റെ സൂര്യോദയം ഉണ്ടാക്കാൻ കേരളീയ സമൂഹത്തിന് സാധിക്കും. ശുഭാപ്തി വിശ്വാസികളാവുക. ലെറ്റ് us be optimistic. ശുഭാപ്തി വിശ്വാസികളാവുക. അതുപോലെ ഇന്ത്യയിൽ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുന്ന ന്യൂനപക്ഷങ്ങളെ അടിച്ചൊതുക്കാമെന്ന് ശ്രമിക്കുന്നവരോടും ഞാൻ പറയുന്നു, ദയവ് ചെയ്ത് ദൈവത്തെ ഓർത്ത്, നാടിനെ ഓർത്ത്, നാടിന്റെ ചരിത്രത്തെ ഓർത്ത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാനില്ലേ കേന്ദ്ര ഗവൺമെന്റ്? എന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്? ഇവിടെ കുട്ടികൾക്ക് തൊഴിലില്ല. അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ചെറുപ്പക്കാർക്ക് തൊഴിലില്ല. ഇവിടെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുതിച്ചു കയറുകയാണ്. കർഷകർ ഇപ്പോഴും സമരത്തിലാണ്. ഇന്നലെ ഒരു കർഷകൻ, മലയാളിയാണ്, അദ്ദേഹം പറഞ്ഞു, സമരത്തിന് പോയതായിരുന്നു ഡൽഹിയിൽ, ഞങ്ങളെ ചർച്ചക്ക് കഴിഞ്ഞിട്ട് 4 ദിവസം ജയിലിലിട്ടു എന്ന് പറഞ്ഞു. ചർച്ചക്ക് പോയ കർഷക നേതാക്കളെ. ദളിതർക്ക് പ്രശ്നമുണ്ട്. മാധ്യമ പ്രവർത്തകർ ഇതാ ഇവിടെ വന്നിരിക്കുന്നു. ഈ രാത്രി വൈകിയിട്ടും മുസ്ലിം ലീഗിന്റെ ഈ ആശയങ്ങളോട്, ഈ നയത്തോട്, ഈ മതേതരത്വ സംവിധാനത്തോട് കൂറു പുലർത്തുന്ന മാധ്യമ പ്രവർത്തകർ, അവർ നമ്മുടെ സമ്പത്താണ്, നമ്മുടെ അഭിമാനമാണ്. മാധ്യമ പ്രവർത്തകർക്ക് പ്രശ്നങ്ങളില്ലേ ഇവിടെ? മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റാത്ത നാടാണോ ഇത്? നിങ്ങൾ എന്താ ചോദിക്കുന്നത്? ആരോടാണ് ചോദിക്കുന്നത് എന്നൊക്കെയാണ് ഇപ്പോൾ പുതിയ വ്യാഖ്യാനങ്ങൾ വരുന്നത്. ആരോടാണ് ചോദിക്കുന്നത്? എന്താണ് ചോദിക്കുന്നത്? ആരോടാണ് ചോദിക്കുന്നത്? തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളോടാണ് ചോദിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ചോദ്യം കേൾക്കേണ്ടവരും ഉത്തരം നൽകേണ്ടവരുമാണ്. അതാണ് ഡെമോക്രസി. ജനാധിപത്യത്തിന്റെ ബാലപാഠങ്ങളും ആദ്യ പാഠങ്ങളും പഠിക്കണം. അതുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിൽ വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അതാണ്. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടതാണ്. മതേതര ശക്തികളൊക്കെ എത്ര ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിനാണ് ഈ ഭേദഗതി പാസ്സായതെന്നും കൂടി ഓർക്കണം. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തി രണ്ടും 200ന്റെ മീതെയാണ്. ഈ ഭേദഗതി ബില്ലിന് അനുകൂലമായി കിട്ടിയ വോട്ട് 200ന്റെ മീതെ, എതിരായി കിട്ടിയ വോട്ടും 200ന്റെ മീതെ. ചില്ലറ വോട്ടിന്റെ വ്യത്യാസമാണ്. അതുകൊണ്ട് അങ്ങനെ അങ്ങ് കയറി മേയാമെന്ന് വിചാരിക്കാവുന്ന ഭൂരിപക്ഷം ഈ രാജ്യം ആർക്കും വകവെച്ചു കൊടുത്തിട്ടില്ല. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ജനാധിപത്യമാണ്. അത് തിരിഞ്ഞും മറിഞ്ഞും വരും. ഞാൻ ചില കാര്യങ്ങൾ ഓർത്തുപോകുന്നു. എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്, ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് പട്ടേലിനെ അറിയുമല്ലോ. ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ വക്താക്കൾ എപ്പോഴും നാഴികക്ക് 40 വട്ടം പറയുന്ന പേരാണ് സർദാർ വല്ലഭഭായ് പട്ടേൽ. ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയാണ്. കരുത്തനായ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന്റെ പേരിൽ കൂറ്റൻ പ്രതിമ പോലും സ്ഥാപിച്ചുകൊണ്ട് പലപ്പോഴും പട്ടേലിന്റെ നയങ്ങളാണ് ഞങ്ങൾ എന്ന് വരുത്താൻ ശ്രമിക്കുന്നവരുണ്ട്. ആ പട്ടേൽ ഒരിക്കൽ ഡൽഹിയിലെ നിസാമുദ്ദീൻ ഔലിയയുടെ ദർഗ ആരോ കയ്യേറി എന്നറിഞ്ഞു പട്ടേൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത്. ഉടൻ തന്നെ തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ വിദ്യാശങ്കറിനെ വിളിച്ചുകൊണ്ട്, തന്റെ PS ആയ വിദ്യാശങ്കറിനെ വിളിച്ചുകൊണ്ട് വണ്ടി എടുക്കാൻ പറഞ്ഞു. പട്ടേൽ ഇതേ പറഞ്ഞു, വേഗം വണ്ടി വിട് നിസാമുദ്ദീൻ ഔലിയയുടെ ഖബറിടത്തിലേക്ക്, മക്ബറയിലേക്ക്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ആ വലിയുള്ള കോപിഷ്ഠനാകുന്നതിന് മുമ്പ് എന്നെ സന്നിധിയിൽ എത്തിക്കൂ. ആ വലിയുള്ള, ഇതെന്റെ വാക്കുകളല്ല, പട്ടേലിന്റെ വാക്കുകളാണ്. അള്ളാഹുവിന്റെ വലിയ, അള്ളാഹുവിന്റെ അവിടെ കിടക്കുന്ന വലിയ, അദ്ദേഹം കോപിക്കുന്നതിന് മുമ്പ് എന്നെ ആ സന്നിധിയിൽ എത്തിക്കൂ എന്ന് വിദ്യാശങ്കറിനോട് സർദാർ പട്ടേൽ പറഞ്ഞ വാക്കുകൾ. ഇത് പട്ടേലാണ് പറയും. ഇതൊക്കെ വഖഫാണ്.
നിസാമുദ്ദീൻ ഔലിയ കിടക്കുന്നതും ജാമാംശം ഒക്കെ വഖഫ് ഭൂമിയാണ്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, പറഞ്ഞത് ആവർത്തിക്കേണ്ടതില്ല, നേതാക്കന്മാരെ സംസാരിക്കാനുണ്ട്. മുസ്ലിങ്ങളല്ലാത്തവരെ വഖഫ് ബോർഡിൽ കയറ്റുന്ന കാര്യം ഒരു ഭാഗത്ത്, അതേ കൂട്ടരാണ് പറയുന്നത് 5 കൊല്ലം പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം. ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെട്ടു പോവോ? ദാനം ചെയ്യണമെങ്കിൽ 5 കൊല്ലം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിം ആയിരിക്കണം. ഒരാളുടെയും മതവിശ്വാസം ഈ ലോകത്തൊരാൾക്കും അളക്കാൻ കഴിയില്ല. മതവും അത് അളക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മതം അത് അളക്കുന്നില്ല, മതം ആരുടെയും ഹൃദയത്തിലേക്ക് നോക്കുന്നില്ല. തിരുനബിയുടെ പ്രഖ്യാതമായിട്ടുള്ള ഒരു മൊഴിയുണ്ട്, ദൈവം നിങ്ങളുടെ ദേഹങ്ങളിലേക്കും നിങ്ങളുടെ വേഷങ്ങളിലേക്കും നോക്കുന്നില്ല, അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ് നോക്കുന്നത്. ഹൃദയങ്ങളിലേക്ക് നോക്കാനുള്ള അവകാശം ദൈവകൽപിതമാണ്, അത് മനുഷ്യർക്കുള്ളതല്ല. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് രാജ്യം ഭരിക്കുമ്പോ നടത്തിയ ഒരു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രസ്താവനയുണ്ട്, ഏത് കാലത്തേക്കുള്ള മാർഗദർശിയാണ്. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിരുനബി ഉണ്ടായിരുന്ന കാലത്ത് നമ്മളൊക്കെ കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. ആകാശത്ത് നിന്ന് ഗബ്രിയേൽ മാലാഖ വന്ന് തിരുനബിക്ക് പറഞ്ഞു കൊടുക്കുന്ന ദൈവിക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തീരുമാനങ്ങൾ എടുത്തു പോന്നു. തിരുനബിയുടെ കാലം കഴിഞ്ഞിരിക്കുന്നു, തിരുനബി വിട പറഞ്ഞിരിക്കുന്നു, വഹി നിലച്ചിരിക്കുന്നു. ജനങ്ങൾ എന്താണോ പുറത്തേക്ക് കാണിക്കുന്നത് അത് കണ്ടുകൊണ്ട് നമ്മൾ തീരുമാനമെടുക്കും. വളരെ ശ്രദ്ധിക്കണം, ജനങ്ങൾ എന്താണോ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നത് അത് വെച്ച് നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. അയാളുടെ അകത്തുള്ളത് നോക്കേണ്ട കാര്യം നമുക്കില്ല. ഒരുപക്ഷെ നമ്മൾ പുറത്തേക്ക് അയാളിൽ നിന്ന് കാണുന്നതും അയാളുടെ അകവും വ്യത്യസ്തമാണെങ്കിൽ പോലും നമ്മൾ പുറത്തേക്ക് കാണുന്നതിനെ മാത്രം ആശ്രയിക്കും. എന്റെ സമൂഹത്തിൽ ഒരു പ്രവാചകൻ പിറക്കുമായിരുന്നുവെങ്കിൽ എനിക്ക് ശേഷം നബിയില്ല, ആകുമായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നുവെന്ന് പുണ്യ റസൂല് വിശേഷിപ്പിച്ച അത്രയും വലിയ ഒരു മനുഷ്യനാണ് ഈ പറയുന്നത്. ഇത് യുക്തിപരമാണ്. ദിസ് ഈസ് റാഷണൽ, ദിസ് ഈസ് നോട്ട് സ്പിരിച്വൽ. ഇത് യുക്തിയാധിഷ്ഠിതമാണ്. പുറത്തേക്ക് മനുഷ്യന്മാരെങ്ങനെ ബിഹേവ് ചെയ്യുന്നു അത് വെച്ച് വിധി പറയും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഒരു പരിഷ്കൃത ഗവൺമെന്റ് പറയുന്നത് 5 കൊല്ലം ഒരാൾ പ്രാക്ടീസിംഗ് മുസ്ലിമാണെന്ന് തെളിയിക്കണമെന്ന് വഖഫ് ചെയ്യാൻ. നോൺസെൻസ് എന്നല്ലാതെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അബ്സർഡിറ്റി, അസംബന്ധം. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്നു ഈ വിഷയം. അതിനുമുമ്പ് നമ്മൾ ഈ ഉപസമിതിയെ സമീപിച്ചിരിക്കുന്നു. ഉപസമിതിയെ നമ്മൾ സമീപിച്ചിരുന്നു. ഉപസമിതിയുടെ മുമ്പിൽ മുസ്ലിം ലീഗ് പ്രതിനിധികളൊക്കെ ഞങ്ങൾ പോയപ്പോ ഈ വാദഗതികളൊക്കെ അവരോട് പറഞ്ഞതാണ്, പല കാര്യങ്ങളും അവരുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, പാർലമെന്റിലും അവതരിപ്പിച്ചു, മറ്റിടങ്ങളിലും കോടതി. ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആവർത്തിച്ച് പറഞ്ഞ പോലെ പ്രത്യാശക്ക് വക നൽകുന്ന അതിന്റെ ജനാധിപത്യത്തിന്റെ നെടുന്തൂണാണ് ജുഡീഷ്യറി. നാം അതിൽ വിശ്വാസമർപ്പിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഇനിയും ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടാൻ നമുക്കെന്താ നാണം? നാം രാജ്യം ഭരിക്കുന്നവരോട് സമാധാനപരമായിട്ടത് പറയാൻ തന്നെയാണ്. അത്തരം കാര്യങ്ങൾ പരിഗണിക്കണം. ന്യൂനപക്ഷങ്ങളെ അവഗണിക്കരുത്, ബഹുസ്വരതയെ തള്ളിക്കളയരുത്. പട്ടേലിന്റെ തന്നെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം. പട്ടേൽ പറഞ്ഞു, സർദാർ പട്ടേൽ, ഇന്ത്യയിൽ 8 കോടി മുസ്ലിങ്ങൾ ജീവിക്കുന്നു. വല്ലഭായ് പട്ടേലിന്റെ അന്ന് 8 കോടി സ്വാതന്ത്ര്യം ലഭിച്ചു കഴിയുമ്പോൾ പട്ടേൽ പറഞ്ഞതാണ്, അവർ സ്വതന്ത്രരും സുരക്ഷിതരുമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. മറ്റൊരിക്കൽ സർദാർ പട്ടേൽ പറഞ്ഞു, ഇവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങളും അധിവസിക്കുന്നുണ്ടെന്നുള്ളത് നാം മറന്നു കളയരുത്. ഇത് ഭരണഘടനയുടെ 25, 29, 30, 246 വകുപ്പുകൾക്കൊക്കെ എതിരാണ്. 25 മൗലികാവകാശവുമായി ബന്ധപ്പെട്ട മതസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 29ഉം 30ഉം ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ലിപി, ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ ലിപി സംരക്ഷിക്കാൻ വരെയുള്ള അവകാശം കൽപ്പിക്കുന്നുണ്ട്. 246 ഫെഡറലിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വഖഫ് ബോർഡുകളാണ് സംസ്ഥാനങ്ങളിൽ ഈ കാര്യം നടത്തിക്കൊണ്ടുവന്നത്. ഇപ്പൊ കേന്ദ്രം ഓരോന്നിലേക്ക് വരികയാണ്. കേന്ദ്രം സംസ്ഥാനങ്ങളുടെ അധികാരത്തിലേക്ക് വരുന്നു, ഓരോ നിയമങ്ങൾ ഉണ്ടാക്കുന്നു. അത് ഇടയ്ക്കിടെ നമ്മുടെ തമിഴ്നാട്ടിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പ്രഗത്ഭനായ മതേതര നേതാവ് സ്റ്റാലിൻ ഇടക്കിടക്ക് പറയുന്നുണ്ട്, ഫെഡറലിസത്തിൽ കൈവെക്കരുത്.
അതുകൊണ്ട് നാം മതേതരത്വത്തിൽ വിശ്വാസമർപ്പിക്കുകയാണ്. മതേതരത്വത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് തന്നെ നാം മുന്നോട്ട് പോകും. നമുക്ക് നന്നായി എല്ലാ മതസ്ഥരും ജീവിക്കേണ്ട നാടാണിത്. ബഹുസ്വരതയാണ് ഇന്ത്യ. ചരിത്രത്തെ മനസ്സിലാക്കാൻ, സംസ്കാരത്തെ മനസ്സിലാക്കാനൊക്കെ സാധിക്കണം. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ പ്രത്യേക കണ്ണട വെച്ച് നോക്കരുത്. ഈ രാജ്യം ഭരിക്കുന്നവർക്ക് വേണ്ടത് ഇന്ന് ആവശ്യമായിട്ടുള്ള ഒരു ഇന്ത്യൻ കണ്ണടയാണ്. ഒരു ഇന്ത്യൻ കണ്ണട വെച്ചുകൊണ്ട് ഇന്ത്യയെ നോക്കാൻ കഴിയണം. വിഭാഗീയ കണ്ണട, സെക്ടേറിയൻ, പ്രിജുഡിസ്റ്റ്, പരോക്കിയൽ, അതൊക്കെ മാറ്റിവെക്കണം. വിഭാഗീയ കണ്ണടകളിലൂടെ കാണാൻ ശ്രമിക്കരുത്. ചരിത്രം, സംസ്കാരം, ഇതൊക്കെ അബദ്ധങ്ങളാണെന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കർണാടക മന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ ചരിത്രത്തെ പരിശോധിച്ചിട്ട് ചിലരെ പറ്റില്ല, ചിലരെ പറ്റും, ചില ഭരണാധികാരികൾ എന്തുണ്ട് ഇതിലൊക്കെ പഠിക്കാൻ ശ്രമിച്ചാൽ. ഇവർ ഏറ്റവും അധികം വെറുപ്പ് പറയുന്ന ഔറംഗസീബ് ചക്രവർത്തി അധികാരമേൽക്കുന്നത് ഹിന്ദു ജ്യോത്സ്യന്മാരോട് കൺസൾട്ട് ചെയ്തിട്ട് അവര് കൽപ്പിച്ചരുളുന്ന ദിവസമാണ്. ചരിത്രത്തിൽ ഏറ്റവും വെറുപ്പുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ പേരിൽ വല്ല റോഡും ഉണ്ടെങ്കിൽ അതുവരെ മാറ്റാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം അധികാരമേൽക്കുന്നത് ഹിന്ദു ജ്യോത്സ്യന്മാരോട് കൂടിയാലോചന അവർ നിശ്ചയിച്ചു കൊടുക്കുന്ന ദിവസമാണ് അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കുന്നത്. ടിപ്പു സുൽത്താനാകട്ടെ ജ്യോത്സ്യന്മാരില്ലാത്ത ഒരു നടപടി ഉണ്ടായിരുന്നില്ല. ടിപ്പുവിനോടും വലിയ വിരോധമാണ്. ടിപ്പു ജ്യോത്സ്യന്മാരെ പാർപ്പിച്ചിരുന്നു തന്റെ കൊട്ടാരത്തിൽ. ടിപ്പു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് ജ്യോത്സ്യത്തെ കുറിച്ചാണ്. ജബർദർ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അങ്ങനെ നോക്കുമ്പോ ഇതിലൊന്നും ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. അതുകൊണ്ട് രാജാക്കന്മാരെ പേരിൽ ആരെങ്കിലും ന്യായീകരിക്കേണ്ട കാര്യമില്ല. അതൊക്കെ അന്ന് നടന്ന രാഷ്ട്രീയമായ കാര്യങ്ങളാണ്. നമുക്ക് വേണ്ടത് ശക്തമായ ഇന്ത്യയാണ്, സുന്ദരമായ ഇന്ത്യയാണ്. ആ ഇന്ത്യക്ക് വേണ്ടി ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതിനുവേണ്ടി നാം ഒന്നിച്ച് ഇവിടുത്തെ സൗഹൃദത്തോടെ മുന്നോട്ട് പോകണം. ഈ ഭേദഗതി ബില്ലിനെതിരെയും ഏറ്റവും ശക്തമായിട്ട് പാർലമെന്റിൽ അടരാടിയത് ഇന്ത്യ അലയൻസിലെ മതേതര ശക്തികളും നേതാക്കളുമാണ്, മതേതര പാർട്ടികളാണ്. അവരോടുള്ള നന്ദിയും അഭിവാദ്യവും പ്രകടിപ്പിക്കാനാണ് നമ്മുടെ അഭിവന്യ നേതാവ് തന്റെ പ്രസംഗത്തിനിടയിൽ നമ്മോട് പ്രതീകാത്മകമായിട്ട് കൈയുയർത്തി കാണിക്കാൻ ആവശ്യപ്പെട്ടത്. ഇത് കോഴിക്കോട് നഗരമാണ്. തെലങ്കാനയിലെ മന്ത്രി പറഞ്ഞില്ലേ ഈ കടലിനെ കുറിച്ചെല്ലാം? സാമൂതിരിയെ അരിയിട്ട് വായിച്ച് അദ്ദേഹത്തിന്റെ ഭരണം നിലനിർത്താനാണ് സൈനുദ്ദീൻ മഖ്ദൂം ഇവിടെ നിലകൊണ്ടത്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പുസ്തകം പരിശോധിച്ചാൽ സകല മുസ്ലിം രാജാക്കന്മാരെയും അദ്ദേഹം കണക്കിന് വിമർശിക്കുന്നുണ്ട്. ഒരാളെ മാത്രമാണ് അദ്ദേഹം പ്രശംസിക്കുന്നത്. അത് കോഴിക്കോട്ടെ സാമൂതിരി ചക്രവർത്തിയെ മാത്രമാണ്. മുസ്ലിം രാജാക്കന്മാരെ കണക്കിന് വിമർശിക്കുന്നു പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂം. പല കാരണങ്ങളാൽ പോർച്ചുഗീസുകാർ വന്നപ്പോ പോർച്ചുഗീസുകാരെ നേരിടാൻ സഹായിച്ചില്ല, ഒന്നിച്ച് നിന്നില്ല, അതൊക്കെയാണ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ആരോപണങ്ങൾ. പക്ഷെ സാമൂതിരിയെ കുറിച്ച് പറയുമ്പോൾ സൈനുദ്ദീൻ മഖ്ദൂമിന് 100 നാവാണ്. അതേ പാരമ്പര്യം തന്നെയാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് പുലർത്തുന്ന പാരമ്പര്യം. ഇതൊക്കെ പഴയതിന്റെ തുടർച്ചയാണ്. നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ആ നേതൃത്വത്തിന്റെ കീഴെ ഒന്നിച്ചണിചേർന്ന് മുന്നോട്ട് പോവുക. പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന്റെ ദൂതന്മാരായി സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പറക്കട്ടെ. ഇന്ത്യ ജയിക്കും, ഇന്ത്യ തന്നെ ജയിക്കും. ഇന്ത്യയെ ജയിച്ചിട്ടുള്ളൂ. ലോകത്ത് ജയിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഓരോ ഇന്ത്യക്കാരനും ജയിക്കുമ്പോൾ ഇന്ത്യ ജയിക്കുകയാണ്. ഇന്ത്യയിലെ ഹിന്ദു, ഇന്ത്യയിലെ മുസൽമാൻ, ഇന്ത്യയിലെ ക്രൈസ്തവൻ ഒക്കെ ഒന്നാണ്. ഒക്കെ പരസ്പരം സഹോദരങ്ങളാണ്. ഒക്കെ തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പരസ്പരമുള്ള വിഷയങ്ങളാണ്. രാഷ്ട്രീയത്തിന് വേണ്ടിയുള്ള മുതലെടുപ്പുകളാണ്. ഞാനൊരു ചെറിയ സംഭവം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് പരിശുദ്ധ റസൂല് പറഞ്ഞൊരു കഥയാണ്. 1 മിനിറ്റ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനബി ഒരിക്കൽ പറഞ്ഞു, നിങ്ങളൊക്കെ പരസ്പരം സഹകരിച്ച് നിൽക്കണം. ഒരിക്കലൊരു കപ്പൽ യാത്ര പുറപ്പെടുകയായിരുന്നു. ആ കപ്പലിലെ മേലേ തട്ടിലും യാത്രക്കാരുണ്ടായിരുന്നു, താഴെ തട്ടിലും യാത്രക്കാരുണ്ടായിരുന്നു. മേൽത്തട്ടിലെ യാത്രക്കാർക്ക് കുടിക്കാനുള്ള വെള്ളം അവർ കരുതിയിരുന്നു. താഴേത്തട്ടിലെ യാത്രക്കാർക്ക് കുടിക്കാനുള്ള വെള്ളവും മുകൾ തട്ടിലായിരുന്നു. അപ്പൊ താഴെ തട്ടിലുള്ളവർ വെള്ളമെടുക്കാൻ വേണ്ടി മുകളിലോട്ട് ഇടക്കിടക്ക് വരാൻ തുടങ്ങി. ഒരു കാര്യം ഓർക്കണം, കപ്പലിൽ ഫസ്റ്റ് ക്ലാസ് മുകളിലാണ്, താഴെയല്ല. 1400 കൊല്ലം മുമ്പ് കപ്പലിന്റെ കഥ പറയുന്ന വിശ്വപ്രവാചകൻ തിരുനബി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുകൾ തട്ടിലുള്ളത് സമൂഹത്തിലെ വരേണ്യവർഗമാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ടാണ് ഈ കഥ